നമസ്കാരം, ഞാൻ ജ്യോതിഷരത്നം വേണു മഹാദേവ്. നമ്മൾ ഇന്ന് മേട വിഷുഫലമാണ് പറയാൻ പോകുന്നത്. മേട വിഷുഫലം എന്ന് പറയുമ്പോൾ ഒരു വർഷം നിലനിൽക്കുന്ന ഫലമാണ്. 2024 ഏപ്രിൽ 13 ഉച്ചയ്ക്ക് 2:04 ഇത്തവണത്തെ മേട വിഷു സംക്രമം വരുന്നത്. അതായത് മേട വിഷു സംക്രമത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ആ സമയത്ത് ആദിത്യൻ്റെ ഉച്ചരാശിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദിത്യൻ നവഗ്രഹങ്ങളുടെ രാജാവാണ്. ഏറ്റവും അധികം നമുക്ക് ഐശ്വര്യവും ധനവും നമ്മുടെ കർമ്മവും ഒക്കെ പ്രദാനം ചെയ്യേണ്ട ഗ്രഹം. അതുകൊണ്ടാണ് മേടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങുക, ഒരുപാട് പുതിയ കാര്യങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം ആദിത്യൻ്റെ ഉച്ചരാശി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പറയുന്നത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ഈ 4 കൂറുകാരുടെ ജനറലായിട്ടുള്ള ഫലങ്ങളാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവരവരുടെ രാശി പ്രകാരം ചിലപ്പോൾ നമ്മുടെ ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം ചിലപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നുണ്ടാവും. ഇതുപോലെ തന്നെ ആവണമെന്നില്ല നമ്മുടെ രാശിയിൽ. നമ്മുടെ ദശയും ചിലപ്പോൾ അനുകൂലമാവാം, ചിലപ്പോൾ പ്രതികൂലമാവാം. അതനുസരിച്ച് ഈ നമ്മുടെ ഫലങ്ങൾ പറയുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. എങ്കിലും ഒരു ആവറേജ് നമുക്കിത് അനുഭവത്തിൽ വരും. അപ്പോൾ നമ്മൾ അശ്വതി മുതൽ ആയില്യം വരെ വരുന്ന നക്ഷത്രക്കാരാണ് ഈ മേടം, ഇടവം, മിഥുനം, കർക്കിടകം രാശിയിലായിട്ട് വരുന്നത്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇത്തവണത്തെ നമ്മുടെ വിഷു സംക്രമ ഫലം. ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോൾ ഗുണങ്ങൾ ഏറി നിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ധനപരമായിട്ട് ഒരുപാട് വ്യത്യാസം വരുന്ന കാലമാണ്. നമ്മൾ അപ്രതീക്ഷിതമായി ധനം വരാനുള്ള ചില മാർഗങ്ങൾ നമ്മളിലേക്ക് എത്തും. ബിസിനസ്സിലൊക്കെ ഇടപെട്ടവർക്ക് പുതിയ പാർട്ണർഷിപ്പുകളോ അല്ലെങ്കിൽ ബിസിനസ്സിൽ പുതിയ പദ്ധതികളോ ഒക്കെ വന്നു ചേരും. ഇതെല്ലാം യുക്തിയും ബുദ്ധി ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ മിടുക്കാണ്. കാരണം ഒരിക്കലും ഒരു ഈശ്വരന് നമുക്കൊന്നും സാധിച്ചു തരികയില്ല. നമുക്കതിനുള്ള വഴികൾ തെളിച്ചു തരും. അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ബുധൻ കൂടി അനുകൂലമായിട്ടിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ബുദ്ധി വർക്ക് ചെയ്യും, നമ്മൾ ശ്രമിച്ചാൽ മതി. ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ കർമ്മത്തിൽ നിൽക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ്, പ്രത്യേകിച്ച് സർക്കാർ ജോലി, ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലുള്ളവർ സ്ഥാനഭ്രംശം, മേലധികാരികളിൽ താക്കീത് വരാതെ സൂക്ഷിക്കണം. അത് നമ്മൾ കുറച്ച് ജാഗ്രത പുലർത്തിയാൽ മതി. മറ്റൊന്ന്, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധന ഇടപാട് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ധനം ബൾക്കായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരുന്നവരെ സംബന്ധിച്ച് വളരെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമുക്ക് ധനനഷ്ടം വരാം. അതായത് ചില ഭാഗങ്ങളിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ധനം കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ധനത്തിൻ്റെ എങ്ങനെ കളവുപോയെന്ന് അറിയാത്ത രീതിയിൽ നഷ്ടം വരാം. അത് ധനത്തിൽ മാത്രമല്ല, ചില രേഖകൾ നമ്മളെ നഷ്ടപ്പെടാം. യാത്രകളിൽ ധനമോ രേഖയോ നഷ്ടപ്പെടാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും വച്ച് മറന്ന് പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സംഭവിക്കാവുന്ന സമയമാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കുറച്ച് ജാഗ്രതയും നമ്മുടെ ഒരു ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടമാണ്. എന്നാൽ കുടുംബങ്ങളിൽ വളരെ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും. കുടുംബത്തിൽ പുതിയ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹം വളരെ കാലമായിട്ട് നമ്മൾ വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് തടസ്സം വന്നതെല്ലാം നടന്നു കിട്ടും. മറ്റൊന്ന്, നമ്മൾ ഇതിനകത്ത് രാജകോപം വരാവുന്ന ചില സാഹചര്യങ്ങൾ. രാജകോപം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സർക്കാരിൽ നിന്നുള്ള കോപം. അതായത് സർക്കാർ രേഖകൾ, അതുപോലെ തന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ചില കോൺട്രാക്റ്റ് ഇടപാടുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ, ഇതെല്ലാം നമുക്ക് പൊതുപ്രവർത്തകർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ടോ അനിഷ്ടം വന്നാൽ നിയമപരമായിട്ടോ സർക്കാരിൽ നിന്ന് താക്കീത് വരും ഉറപ്പായിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ധനപരമായിട്ട് പുഷ്ടി വരും. അതുപോലെ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ കടങ്ങൾ തീർന്ന് നമുക്കൊരു ഉയർച്ച, ഒരു മാറ്റം വരുന്ന കാലഘട്ടമാണ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് നമുക്ക് അപ്രതീക്ഷിതമായി സന്തോഷിക്കാവുന്ന അവസരങ്ങളുണ്ടാകും. പഠനത്തിൽ ഗുണം കിട്ടും. ഉപരിപഠനത്തിൻ്റെ സാഹചര്യം തെളിയും. വിദേശത്തുള്ളവർക്ക് സ്വന്തം ജോലിയിൽ മാറ്റമോ അല്ലെങ്കിൽ പ്രമോഷനോ ഒക്കെ ശ്രമിക്കാവുന്നൊരു സമയമാണ്. അത് ഗുണമാവും. അപ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ വീണ്ടും പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും എല്ലാ കാര്യങ്ങളും ജാഗ്രത വേണം. അപ്പോൾ ഈ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇവർ ശനിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ വ്യാഴം ഇവർക്ക് അനുകൂലമായി വരുമ്പോൾ പോലും
ഇവരുടെ കേതു കുറച്ച് അനിഷ്ടം കാണിക്കാം. അതുപോലെ തന്നെ ഇവരുടെ സമയം, സ്വന്തം ദശ അപകാരങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ജാതകാൽ അതിനും കൂടി പരിഹാരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ ഗുണം ചെയ്യും. അപ്രതീക്ഷിതമായി ചില ധനഭാഗ്യം, അതായത് ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗ്യങ്ങളല്ല, ചെറിയ ചെറിയ ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ വരാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊരു മാറ്റം വരുന്നൊരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ വിഷു സംക്രമം ഈ 4 കൂറുകാർക്കും തീർച്ചയായിട്ടും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടായി വരും.